ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. സീതാവചനം ഹനുമാനെ അത്യധികം സന്തോഷിപ്പിച്ചു. അതിഭംഗിയിൽ സംസാരിപ്പാൻ വളരെ സാമർഥ്യമുള്ള കപീശ്വരൻ ഭക്തിയോടെ പറഞ്ഞു, മംഗളസ്വരൂപിണിയായ ദേവി, സ്ത്രീ സ്വഭാവവും പാതിവ്രതവും വിനയവും ഒത്തുചേർന്നതാണ് അരുളി ചെയ്തത്. 100 യോജന ദൂരം സാഗരത്തിൻ്റെ മുകളിൽ കൂടി എൻ്റെ പുറത്തിരുന്ന് കടക്കുന്നതിന് സ്ത്രീത്വം നിമിത്തം നിന്തിരുവടി സമർത്ഥയല്ല. ഭർത്താവായ ശ്രീരാമനൊഴിച്ച് മറ്റൊരു പുരുഷ സ്പർശനം അസഹ്യമാണെന്നത് മഹാത്മാവായ സ്വാമിയുടെ ധർമ്മധാരങ്ങൾക്ക് യോജിച്ച വാക്കാണ്. മറ്റൊരു തരുണിയിൽ നിന്ന് ഇത്തരം സന്ദർഭത്തിൽ ഇങ്ങനെ കേൾക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ദേവി, അവിടുന്ന് എൻ്റെ മുമ്പാകെ കാണിച്ച ചേഷ്ടകളും അരുളി ചെയ്ത വാക്കുകളും ഒട്ടും വിടാതെ തന്നെ സ്വാമി എന്നിൽ നിന്ന് മനസ്സിലാക്കും. ആനന്ദസ്വരൂപിണി, ശ്രീരാമ സവിധത്തിലേക്ക് എന്നോടൊന്നിച്ച് വരികയെന്ന് ഉണർത്തിച്ചത് ദേവന് എത്രയും വേഗത്തിൽ പ്രിയകാര്യം ചെയ്യുവാനുള്ള ആഗ്രഹത്താലും പരമപ്രേമരൂപമായ ഭക്തിയാലും മനസ്സലിഞ്ഞു പോയതിനാൽ മാത്രമാണ്. ഈ ലങ്കയിൽ കടക്കുക എന്ന കാര്യം വിഷമമേറിയതാണ്. സമുദ്രതരണം അതിലധികം കഷ്ടപ്പാട് നിറഞ്ഞതുമാണ്. അതു രണ്ടിനും കെൽപ്പു തന്ന ദേവൻ ദേവിയെ വഹിച്ചുകൊണ്ടു പോകാനുള്ള ശക്തിയെ പ്രദാനം ചെയ്യുമെന്ന് വിശ്വസിച്ച് പറഞ്ഞതാണ്. സ്വപ്രവൃത്തിയാൽ രഘുവംശത്തിന് മേന്മയേറ്റുന്ന ദേവനോടുകൂടി ഇപ്പോൾ തന്നെ യോജിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞത് സ്വാമിയിലുള്ള നിഷ്കളങ്ക സ്നേഹത്താലും നിന്തിരുവടിയിലുള്ള ഭക്തിയാലും മാത്രമാണ്. ദേവി, എന്നോടൊന്നിച്ച് വരുവാൻ ഉത്സാഹമില്ലാത്തതിനാൽ സ്വാമി അറിയത്തക്ക ഒരു അടയാളം തരണമേ. ഹനുമാന്റെ അപ്രമേയ ഭക്തിയാർന്ന വാക്കുകൾ ദേവനാരീരത്ന തുല്യായ സീതാദേവിക്ക് ഗദ്ഗതമുണ്ടാക്കി. ആനന്ദാശ്രുക്കളാൽ തൊണ്ടയിടറിക്കൊണ്ട് തുടർന്നു, ഏറ്റവും പ്രിയപ്പെട്ട ഹനുമാൻ, എനിക്ക് എല്ലാത്തിലും വെച്ച് അധികം പ്രിയപ്പെട്ട ഒരടയാളമാണ് തരുന്നത്. ഇപ്രകാരം പറഞ്ഞ് ഇതിനെ തൃക്കൈയിൽ സമർപ്പിക്കൂ. ചിത്രകൂട പർവ്വതത്തിൻ്റെ കിഴക്കുവടക്കുള്ള താഴ്വരയിൽ താപസാശ്രമത്തിൽ വസിക്കുകയാണ് ഞങ്ങൾ. ഗംഗാനദിയിൽ നിന്ന് വളരെ ദൂരത്തല്ലാത്ത സിദ്ധാശ്രമം. അത്യുത്തമങ്ങളായ ഫലമൂലങ്ങളും നിർമ്മല ജലവും അവിടെ സുഖമായി ലഭിക്കും. വിചിത്രവർണ്ണ സുഗന്ധങ്ങളോടുകൂടിയ വികസിച്ച പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഉപവനങ്ങളിൽ വിനോദിച്ചതിനു ശേഷം അല്പസമയം ജലക്രീഡ ചെയ്ത് ആ നനവോടുകൂടി തന്നെ എൻ്റെ മടിയിൽ തലവെച്ച് കിടന്നുവല്ലോ. പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ ഒരു കാക്ക മാംസത്തിലുള്ള അത്യാശയോടെ എൻ്റെ സ്തനമധ്യത്തിൽ കൊത്തി മുറിപ്പെടുത്തി. ആ കാക്കയെ ഞാനൊരു വടിയെടുത്ത് ഭയപ്പെടുത്തിയപ്പോൾ അവിടെ തന്നെ അല്പമൊന്ന് മാറിയിരുന്നു. മാംസാർത്ഥിയായ അത് വീണ്ടും എന്നെ ബാധിക്കുകയും ചെയ്തു. ഞാൻ പക്ഷിയുടെ നേരെ കോപിച്ച് ഉടുത്ത വസ്ത്രം മുറുക്കുവാൻ വേണ്ടി ഒഡ്യാണം കെട്ടുവാൻ തുടങ്ങിയ സമയം വസ്ത്രം പെട്ടെന്ന് അഴിഞ്ഞു. അതുകണ്ട് അവിടുന്ന് ചിരിച്ചു. എനിക്ക് ദ്വേഷവും ലജ്ജയുമുണ്ടായി. ഭക്ഷണത്തിൽ കൊതിയുള്ള ഒരു കാക്കയാൽ മുറിപ്പെടുത്തവളായിട്ടാണ് ഞാൻ അവിടുത്തെ സമീപത്തിൽ ഇരിക്കുന്നത്. എഴുന്നേറ്റിരിക്കുന്ന ദേവൻ ഞാൻ കോപത്തോടെയാണെന്ന് ഓർത്ത് സമാധാനിപ്പിച്ചു. കണ്ണുകളിൽ നിറഞ്ഞ ബാഷ്പത്തെ തൃക്കൈയാൽ തുടച്ച്, നാഥ, അവിടുന്ന് ഈയുള്ളവളെ കടാക്ഷിച്ചില്ലേ? പ്രഭോ, ക്ഷീണഗാത്രിയായ ഞാൻ അവിടുത്തെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങിയില്ലേ? അല്ലയോ ഭരതാഗ്രജ, ഉണർന്ന് എഴുന്നേറ്റ എൻ്റെ മടിയിൽ അവിടുന്ന് വീണ്ടും കിടന്നുറങ്ങിയില്ലേ? വാനരേശ്വര, ദേവൻ സുഖസുഷുപ്തിയിലാണ്ടപ്പോൾ ആ വായസം വീണ്ടും എൻ്റെ അടുത്ത് വന്നു. സ്തനമധ്യത്തിൽ മുറിപ്പെടുത്തി. രക്തബിന്ദുക്കൾ ഇറ്റിറ്റ് വീണു തുടങ്ങി. എൻ്റെ പ്രാണനാഥനിൽ അത് വീണപ്പോൾ ഉണർന്നെണീറ്റു. എൻ്റെ മാറിലുള്ള മുറിയും ചോരയും കണ്ടപ്പോൾ ഉഗ്രസർപ്പമെന്ന പോലെ നിശ്വസിച്ചും കോപിച്ചും കൊണ്ടിങ്ങനെ പറഞ്ഞു, ഹേ സുകുമാരാംഗി, നിന്റെ വക്ഷസ്ഥലത്തിൽ മുറിപ്പെടുത്തിയവൻ ആരാണ്? 5 തലകളുള്ള ക്രൂരനാഗത്തോട് കളിക്കുവാൻ തുടങ്ങിയവൻ ആരാണ്? തൃക്കണ്ണുകൾ 4 ഭാഗത്തും പതിപ്പിച്ചു. എന്നെ തന്നെ നോക്കിയിരിക്കുന്ന കാക്കയുടെ നഖങ്ങളിൽ രക്തം പറ്റിയിരിക്കുന്നു. പെട്ടെന്ന് ശ്രീ ഹനുമാൻ ചോദിച്ചു, ദേവി, ആ കാക്ക ആരാണെന്നറിയാൻ ആഗ്രഹമുണ്ട്. സസ്മിതം ദേവി തുടർന്നു, പക്ഷികളിൽ വെച്ച് അതിവേഗത്തിൽ വായുതുല്യം പറക്കുന്നവനും ഭൂമിയിൽ യഥേഷ്ടം സഞ്ചരിക്കുന്നവനുമായ ആ വായസം ഇന്ദ്രപുത്രനായ ജയന്തനാണ്. കാക്കയുടെ രൂപത്തിൽ നടക്കുകയാണ്. വീരനായ ഭർത്താവ് എല്ലാം മനസ്സിലാക്കി. കണ്ണുകൾ ചുവന്നു. കാക്കയുടെ വേഷത്തിൽ വന്നവൻ ശത്രുഭാവത്തെ മറച്ചു വന്നവനാണെന്നും ബുദ്ധിമാന്മാരിൽ അദ്വിതീയനായ ദേവനറിഞ്ഞു. ദർഭ വിരിക്കുവാൻ വേണ്ടി ഒരു കെട്ടാക്കി അനുജൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരിഴ ഊരിയെടുത്ത് ബ്രഹ്മാസ്ത്ര മന്ത്രം അതിൽ യോജിപ്പിച്ച് ഒന്ന് നോക്കി. കാലാഗ്നി പോലെ ദർഭ ജ്വലിച്ചു. അത് കാക്കയുടെ നേർക്ക് വിട്ടു. പക്ഷി അതിവേഗത്തിൽ ആകാശത്തിലേക്ക് ഉയർന്നു. തുടർന്നുകൊണ്ട്
തൃണാസ്ത്രവും എങ്ങനെയെങ്കിലും രക്ഷ കിട്ടണമെന്ന ആഗ്രഹത്തോടെ ഭൂലോകം മുതൽ സത്യലോകം വരെ പലവിധ ഗതിവേഗങ്ങളെ സ്വീകരിച്ചും കൊണ്ട് പാഞ്ഞു പറന്നു. സ്വർഗത്തിൽ പിതൃപാദത്തിൽ അഭയം പ്രാപിച്ചുവെങ്കിലും ദേവേന്ദ്രൻ അവനെ പരിത്യജിച്ചു. സർവ ഋഷീശ്വരന്മാരും ദേവന്മാരും വെടിഞ്ഞു. 3 ലോകത്തിലേക്ക് പ്രാണരക്ഷയ്ക്ക് അഭയം തേടിയെങ്കിലും രക്ഷ കിട്ടാതെ ദേവനെ തന്നെ ശരണം പ്രാപിച്ചു. ശരണ്യനായ രഘുനായകൻ ശരണാഗതനായി തൃക്കാലിൽ വീണ് അവനെ രക്ഷിച്ചു. ആ കരുണാവാരധി അവൻ്റെ വംശമഹിമ സദയം പരിപാലിച്ചു. അശക്തനായി തളർന്ന് കാൽക്കൽ വീണ ജയന്തനോട് അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ അയച്ച ബ്രഹ്മാസ്ത്രത്തിന് ഒരു ലക്ഷ്യം കൊടുക്കണം. അസ്ത്രത്തെ വ്യർത്ഥമാക്കുവാൻ പ്രയോഗിച്ച ഞാൻ വിചാരിച്ചാലും നിവർത്തിയില്ല. ഏതിനെയാണ് ലക്ഷ്യമാക്കേണ്ടത് പറയൂ. ആഞ്ജനേയ, ആ കാക്കയുടെ ഇന്ദ്രപുത്രനായ ജയന്തൻ്റെ വലത്തെ കണ്ണ് രാമബാണത്തിന് ലക്ഷ്യമാക്കി പ്രാണരക്ഷ കൊടുത്തു. ഇന്ദ്രസൂനുവാകട്ടെ ദേവനെയും ദശരഥ മഹാരാജാവിനെയും നമസ്കരിച്ച് വിടവാങ്ങി സ്വസ്ഥാനത്തിലേക്ക് പോയി. എന്നെ ഉപദ്രവിച്ച നിസാരജീവിയായ കാക്കയുടെ നേരിട്ട് ബ്രഹ്മാസ്ത്രമയച്ച മഹാപ്രഭു, ശൗര്യവും സ്നേഹവുമുള്ള രാജരാജ, അവിടുത്തെ സന്നിധിയിൽ നിന്ന് എന്നെ അപഹരിച്ചുകൊണ്ടുവന്നവനെ നിഗ്രഹിക്കാതെ ക്ഷമിച്ചിരിക്കുവാൻ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചതായി ഭർതൃസവിധത്തിൽ നീ പറയണം. രാജശ്രേഷ്ഠനായ നിന്തിരുവടിക്ക് മഹോത്സാഹയുക്തയായ ദയ എന്നിലുണ്ടാകണേ. മഹാപ്രഭോ, അവിടുന്ന് എൻ്റെ നാഥനായിരിക്കുമ്പോൾ ഞാനൊരു അനാഥയെപ്പോലെയല്ലേ ലോകർക്ക് ഇപ്പോൾ തോന്നുന്നത്? ഉത്തമോത്തമമായ ധർമ്മം ദയയാണെന്ന് അവിടുന്ന് എന്നെ പഠിപ്പിച്ചു. എൻ്റെ നേരെ കരുണ കാട്ടാത്തത് എന്തുകൊണ്ടാണ്? ശക്തിയില്ലാത്തത് കൊണ്ടാണെന്ന് പറയാൻ നിവൃത്തിയില്ല. അവിടുത്തെ വീര്യവും ഉത്സാഹവും ബലവും തികച്ചും എനിക്കറിയാം. ദേശത്തിനോ കാലത്തിനോ കണക്കാക്കുവാൻ സാധിക്കാത്തവനും അന്യരാൽ ആക്രമിപ്പാൻ സാധിക്കാത്ത സാഗരം പോലെ ഗംഭീരനും സമുദ്രാവൃതമായ ഭൂമണ്ഡലത്തിന് മുഴുവൻ ഇന്ദ്രതുല്യനായ ഭർത്താവുമാണ് നിന്തിരുവടിയെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. രഘുവംശ ദീപമേ, അസ്ത്രജ്ഞന്മാരിൽ അഗ്രേസരനും അതിശ്രേഷ്ഠനും ബലവാനുമായ അവിടുന്ന് ഈ ഘോര രാക്ഷസന്മാരിൽ ബാണമയക്കാൻ അമാന്തിക്കുന്നത് എന്താണ്? ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.